ഹായ് ഹലോ 12th മാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് നിനക്കറിയാലോ. നാളെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചാണ് അഗെയിൻസ്റ്റ് CISF FC. അവരുടെ ഒരു ഇത് പറയാന്ന് വെച്ചാൽ അവർ നമ്മുടെ കഴിഞ്ഞ കളി, അതായത് അവരുടെ കഴിഞ്ഞ കളി മുംബൈൻ്റെ എതിരെ, മുംബൈ അറിയാലോ റിസർവ് ടീമാണ്, നമ്മൾ 8-0 ജയിച്ചാണ്. അവർ 2-0 ജയിച്ചതാണ്. അപ്പോൾ എങ്ങനെയായാലും അവർ ഒരു വിജയത്തോടെയാണ് നമ്മളെ നേരിടാൻ വരുന്നത്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് അവരുടെ മൈൻഡിലുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടീം ഇറക്കാൻ സാധ്യതയുള്ളൊരു 11-ൽ എങ്ങനെയായാലും രാഹുലൊന്നും ഉണ്ടാവില്ല. കാരണം രാഹുലിന് ഇഞ്ചുറി പറ്റി എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സച്ചിൻ ഇറങ്ങാൻ ചാൻസ് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഡൗട്ടാണ്. നമ്മുടെ സോംകുമാർ പുതിയ ഗോൾ കീപ്പർ, യങ് ഗോൾ കീപ്പറിനെ വെച്ച് ആ ഒരു ട്രൈ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹീ ഈസ് ഡൂയിങ് വെൽ. അടിപൊളിയായിട്ട് തന്നെ സോംകുമാർ മികച്ച രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ കളിയിലൊക്കെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ, അതായത് കറക്റ്റായിട്ട് പ്രോപ്പർ അഡ്വാൻസ് ചെയ്ത് വന്നിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം പറയാന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയായാലും ഇപ്പോൾ ടോപ്പിലാണ്. പിന്നെ പഞ്ചാബിൻ്റെ പോയിൻ്റ് വൈസ് പഞ്ചാബ് കയറി വന്നാലും പിന്നെ ഗോൾ ആവറേജ് ആവും നോക്കണ്ടാവുക. ഗോൾ ആവറേജ് നോക്കുമ്പോൾ നമ്മൾ മുംബൈൻ്റെ റിസർവ് ടീമിൻ്റെ ഒപ്പം അടിച്ച 8 ഗോള് വലിയൊരു നേട്ടം തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും ആ ഒരു 8 ഗോൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്വാളിഫയേഴ്സിലേക്ക് നമുക്ക് ക്വാളിഫൈ ആവാൻ പറ്റണതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഇല്ല. ഈ ഒരു മത്സരം വിജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ തന്നെ നമ്മുടെ ടീമിന് ക്വാളിഫയേഴ്സ് കളിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് കളിച്ച പോലെ ആയിരിക്കില്ല ഇനി വരാൻ പോണ ടീംസ്. പ്രത്യേകിച്ച് ഈസ്റ്റ് ബംഗാൾ പോലുള്ള ടീം, മദീതലാൽ, ഡയമണ്ട് എക്കോസ്, ക്ലൈറ്റൻ സിൽവ, ഈ ഒരു ട്രിയോ അവരെ എങ്ങനെയായാലും വർക്കൗട്ട് ആവണ ഒരു ട്രിയോ ആണ്. അപ്പോൾ ഇതിനൊക്കെ പൊളിച്ചടക്കണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീം ഷുഡ് ബി ആ ഒരു റേഞ്ചിലെത്തണം നമ്മുടെ ടീം. അപ്പോൾ എങ്ങനെയായാലും നമ്മുടെ ടീം ഈസ് ഗോയിങ് വെൽ. നമുക്ക് എങ്ങനെയായാലും ജയിക്കണം. എന്തായാലും ഈ പുതിയ കോച്ച് വന്നതിന് ശേഷം നമ്മുടെ ടീമിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി ചേഞ്ച് നമുക്ക് കാണാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കോച്ച് മിക്കായൽ സ്റ്റേറെ, കോച്ച് എല്ലാ കപ്പിനും ഈക്വൽ ഇത് കൊടുക്കുന്നുണ്ട്, അതായത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടീമിനെ ഡൂറൻ കപ്പിൽ ഫസ്റ്റ് ടൈം ഫുൾ സ്ക്വാഡായി ഇറങ്ങണത്. അപ്പോൾ എങ്ങനെയായാലും അവർ ടീം ഈസ് ഡൂയിങ് വെൽ. എന്തായാലും ഡൂറൻ കപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ബിലോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ട് വരുന്നതിൻ്റെ മുമ്പേ അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ടാബിൽ വരുന്നതായിരിക്കും. സോ അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇതേപോലെ വീഡിയോസ് അപ്ഡേറ്റ്സ് കേട്ട് വരുന്നതായിരിക്കും. സോ ഫോർ നൗ, താങ്ക്സ് ഫോർ വാച്ചിങ്.